സമവായം പാമ്പ്ളാനി മെത്രാൻ കുറ്റക്കാരനല്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. ഈ ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭയുടെ മാധ്യമ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഒരു കുറിപ്പ് അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ പലരും കണ്ടു കാണും. നമ്മൾ വീഡിയോയിൽ അങ്ങനെയുള്ള ഔദ്യോഗിക കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുള്ളത് കൊണ്ട് നമ്മളിതും കൊടുക്കുകയാണ്. ജൂലൈ 1 സമവായം വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും. 2024 ജൂലൈ മാസം 1-ാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി നൽകിയ അറിയിപ്പിനെക്കുറിച്ച് പലവിധ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പ്രസ്തുത അറിയിപ്പിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു. 1. സമവായം എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ജൂലൈ 1 അറിയിപ്പ് 2024 ജൂൺ 9 നൽകിയ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ജൂൺ 21 നൽകിയ സിനഡാനന്തര അറിയിപ്പിൻ്റെ നമ്പർ 2 നിർദ്ദേശത്തിന് നൽകുന്ന വിശദീകരണമാണ്. അതിനർത്ഥം ജൂലൈ 1 അറിയിപ്പ് അതിൽ തന്നെ പൂർണ്ണമായതോ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതോ ആയ ഒരു രേഖയല്ല. ജൂൺ 9 നൽകിയ സർക്കുലർ, ജൂൺ 21 നൽകിയ സിനഡ് കഴിഞ്ഞുള്ള അറിയിപ്പ്, അതിൽ നമ്പർ 2 ആ നിർദ്ദേശത്തിൽ നൽകുന്ന ഒരു വിശദീകരണം മാത്രമാണ് ഈ സമവായം എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, 2024 ജൂൺ 9 നൽകിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ജൂൺ 14 19 കൂടിയ ഓൺലൈൻ സിനഡ് സമ്മേളനം ചർച്ച ചെയ്ത് നൽകിയ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ജൂൺ 21 സിനഡാനന്തര അറിയിപ്പ്. ജൂൺ 9 നൽകിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ജൂൺ 14 19 കൂടി ഓൺലൈൻ സിനഡ് സമ്മേളനം ചർച്ച ചെയ്ത് നൽകിയ പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ജൂൺ 21 സിനഡാനന്തര അറിയിപ്പ്. സിനഡാനന്തര അറിയിപ്പിലെ നമ്പർ 2 പറഞ്ഞിരിക്കുന്ന കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ആരംഭിക്കുന്നത് ലക്ഷ്യമിട്ടും സഭയിൽ ഉണ്ടാകാമായിരുന്ന ഒരു പിളർപ്പ് ഒഴിവാക്കുന്നതിനും വേണ്ടി 28/6/2024 30/6/2024 ചേർന്ന പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെയാണ് ജൂലൈ 1 അറിയിപ്പിൽ നൽകിയിട്ടുള്ള ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന നിർദ്ദേശ രൂപത്തിൽ നൽകിയത്. ലക്ഷ്യമെന്താണ്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി ആരംഭിക്കുന്നത് ലക്ഷ്യമിട്ട് നൽകിയതാണ്. 4. സിനഡാനന്തര അറിയിപ്പിലെ നമ്പർ 2 അടിസ്ഥാനത്തിൽ ആ നിർദ്ദേശം പോസിറ്റീവായി നൽകിയാൽ ഏകീകൃത രീതിയിൽ ഒരു കുർബാന ചൊല്ലിത്തുടങ്ങാനുള്ള സന്നദ്ധത മധ്യസ്ഥന്മാർ മുഖേന അതിരൂപതയിലെ വൈദിക അൽമായ പ്രതിനിധികൾ പ്രകടിപ്പിച്ചതിനാൽ ഇവരുമായി ചർച്ച നടത്തുന്നതിന് അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ നിയോഗിച്ചത് 30/6/2024 ചേർന്ന പെർമനന്റ് സിനഡാണ്. അത് പാമ്പ്ളാനി പിതാവ് സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതല്ല എന്നർത്ഥം. സഭ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചെയ്തത്. 5. ജൂലൈ 1 അറിയിപ്പിന് ആസ്പദമായ ചർച്ചയിൽ പങ്കെടുത്ത് ഒപ്പിട്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള വൈദികർ ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന പോലും പരസ്യമായി അർപ്പിച്ചിട്ടില്ല. ജൂലൈ 1 അറിയിപ്പിന് ആസ്പദമായ ചർച്ചയിൽ പങ്കെടുത്ത് ഒപ്പിട്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള വൈദികർ ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന പോലും പരസ്യമായി അർപ്പിച്ചിട്ടില്ല. അതിൽ ഒപ്പിട്ടിരിക്കുന്ന അൽമായർ വിവിധ ഘട്ടങ്ങളിൽ പ്രസ്തുത ചർച്ചിലെ നിർദ്ദേശങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നുവെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ സമവായം എന്ന നിലയിൽ പ്രസ്തുത അറിയിപ്പിനെ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 6. ജൂലൈ 1 അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പരിശുദ്ധ സിംഹാസനം നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് അതിരൂപതയിലെ 8 ഡീക്കന്മാർക്ക് പുരോഹിത പട്ടം നൽകിയിരിക്കുന്നത്. അവർക്ക് ഏകീകൃത രീതിയിൽ മാത്രമേ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അനുവാദമുള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ അതിരൂപതയിലെ മറ്റു വൈദികർ തയ്യാറാകണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹവൈദികരോട് ചെയ്യുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഹവൈദികരോട് ചെയ്യുന്ന കടുത്ത അപരാധവും അനീതിയുമാകും. 7. ജൂലൈ 1 അറിയിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പുറമെ
ഓരോരുത്തരും അവരവരുടെ യുക്തി കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നവയല്ല എന്ന് ഇതിനകം വ്യക്തമാണ്. ധാരണകളിൽ നിന്ന് പിന്മാറിയവർ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദുരുദ്ദേശപരമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും വൈലിക്കോടത്തച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരുദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 8. വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് കോടതികളുടെ ഓർഡർ ലഭിച്ചിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ കോടതി തീരുമാനമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമാണല്ലോ. അതേസമയം ഏകീകൃത കുർബാന തങ്ങളുടെ ഇടവകളിൽ അർപ്പിക്കപ്പെടണം എന്ന ആവശ്യവുമായി കോടതികളിൽ കേസ് കൊടുത്തിരിക്കുന്ന പള്ളികളിലും ജൂലൈ 1 അറിയിപ്പ് പ്രകാരം ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ്. 9. സിനഡിന്റെ സെക്രട്ടറി അഭിവന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിച്ചത് സഭാ സിനഡും പെർമനന്റ് സിനഡുമാണ്. സിനഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായതൊന്നും അഭിവന്യ പാമ്പ്ളാനി പിതാവ് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഇക്കാര്യത്തിൽ സിനഡ് പിതാക്കന്മാർ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം അപ്പസ്തോലിക ധീരതയോടെ നിർവഹിച്ച അഭിവന്യ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ അകാരണമായി വിമർശിക്കുന്നതും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുന്നതും യാതൊരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ്. അഭിവന്യ പാമ്പ്ളാനി പിതാവ് ചെയ്തിരിക്കുന്നതെല്ലാം സഭയോട് ചേർന്നും സഭയ്ക്ക് വേണ്ടിയുമാണ് എന്നും വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇങ്ങനെ നൽകിയത് വളരെ നന്നായി. കാരണം അല്ലെങ്കിൽ പാമ്പ്ളാനി പിതാവ് ഈ നനയാതെ ഈറൻ ചുമക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ അറിയിപ്പ് ഒരു അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചെങ്കിലും അദ്ദേഹത്തിന് വന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. സഭയിലെ ചർച്ചകൾക്കും ഈ ഊഹാപോഹങ്ങൾക്കും കിംവദന്തികൾക്കൊക്കെ ഒരു കുറവുണ്ടാകുമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇത് ഇങ്ങനെ നൽകിയത് വളരെ നന്നായി. പാമ്പ്ളാനി പിതാവിനെ വിഷമിപ്പിച്ച ഒരുപാട് പേരുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ. അതെല്ലാം പിതാവിൻ്റെ വിശാല മനസ്ഥിതിയിൽ അതെല്ലാം ക്ഷമിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും അദ്ദേഹം ചെയ്തത് സഭയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. അപ്പസ്തോലിക ധീരതയോടെ ചെയ്തുവെന്ന് സഭ പറയുന്നത് വളരെ ശരിയാണ്. അതിനാൽ പാമ്പ്ളാനി പിതാവ് ധീരമായി ഈ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച് അതിലേക്ക് കൊണ്ടുവന്നു. അവർ ഈ എറണാകുളത്തെ വൈദികർ അതനുസരിച്ചില്ല എന്നുള്ളത് അത് അവരുടെ പ്രശ്നമാണ്. പക്ഷെ പാമ്പ്ളാനി പിതാവ് സഭയ്ക്ക് വേണ്ടി ചെയ്തത് വളരെ ധീരമായ പ്രവൃത്തിയാണ്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അദ്ദേഹം ഇതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടു, വേദനിച്ചു. അതെല്ലാം കർത്താവിൻ്റെ കുരിശിലെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് സഭയുടെ നന്മയ്ക്കും അദ്ദേഹത്തിൻ്റെ രൂപതയിലെ നന്മയ്ക്കുമായിട്ട് നമ്മുടെ മൊത്തം സഭയുടെ നന്മയ്ക്കായിട്ട് അത് രൂപാന്തരപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.